എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു ക്ലീനിങ് വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പും പല ക്ലീനിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈ ടാപ്പുകളിലെ കറകൾ എങ്ങനെ കളയാമെന്നുള്ളത്. നമ്മുടെ വീട്ടിലെ ബാത്റൂമിലെ അല്ലെങ്കിൽ കിച്ചണിലെയൊക്കെ ടാപ്പുകളിൽ പലപ്പോഴും കറകൾ പിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആ സോപ്പിൻ്റെ കറകളായിരിക്കും അതിൽ കൂടുതലായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ആ കറകൾ കളയാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാപ്പുകളിലെ കറകൾ കളയാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ്റെ ടാപ്പാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ ചെറിയ രീതിയിൽ സോപ്പിൻ്റെ കറകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാടില്ല, എന്നാലും കുറച്ചൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറകൾ എങ്ങനെ കളയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ അധികമില്ല, എന്നാലും കൂടുതലായിട്ടുള്ള ടാപ്പുകൾക്കും ഈ ഒരു മെത്തേഡ് എഫക്റ്റീവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്രബിൽ കുറച്ച് വൈറ്റ് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം. വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പം ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ സ്ക്രബ് ജസ്റ്റ് ആ ടാപ്പിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈൽഡായിട്ടുള്ള സ്ക്രബ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പഞ്ചസ് ഉപയോഗിക്കുക. സ്പഞ്ചസ് ആകുമ്പോൾ നമ്മുടെ ടാപ്പിൽ പോറലൊന്നും വീഴില്ല. അതേസമയം നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാപ്പിൽ പോറലുകളൊക്കെ വീഴും. അപ്പോൾ സ്ക്രാച്ചസ് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ മൈൽഡായിട്ടുള്ള സ്പഞ്ചസ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഞാൻ വെറുതെ ഒന്ന് ആ ടാപ്പ് ആ സ്പഞ്ചസ് ഉപയോഗിച്ച് കഴുകിയെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ആദ്യം ഉണ്ടായിരുന്ന ആ കറകളൊക്കെ പോയി. ഇപ്പോൾ നമ്മുടെ ടാപ്പിന് നല്ലൊരു ഷൈനിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മെത്തേഡ് നമ്മുടെ ഏത് ടാപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പണ്ടത്തെ ടൈപ്പ് ബ്രാസിൻ്റെ ടാപ്പാണെങ്കിൽ അതിന് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ടാപ്പുകളുണ്ടല്ലോ അതിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന നല്ലൊരു മെത്തേഡാണ്. ടാപ്പുകളിലെ കറകളൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഷവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഷവറുകളിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഷവറൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെള്ളമൊന്നും ബ്ലോക്ക് ആവുമൊന്നുമില്ല. നല്ല സ്പീഡിൽ തന്നെ ഷവറിൽ വെള്ളം വരികയും ചെയ്യും. പിന്നെ മിക്ക പൈപ്പുകളിലെയും താഴത്തെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഫിൽറ്റർ ഉണ്ടാവും. എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തടഞ്ഞ് വേണ്ടിയിട്ടുള്ളൊരു ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ഫിൽറ്റർ നമ്മൾ ഇടയ്ക്ക് ഊരിയെടുത്ത് കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഫിൽറ്ററിൽ അധികം കറകളൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഞാനിത് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ അധികം കറകളൊക്കെ ഇല്ലാത്തത്. സാധാരണ നമ്മൾ ടാങ്കിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ആകുമ്പോൾ അതിൽ കരടുകളൊക്കെ ഉണ്ടാവും. ആ കരടുകളൊക്കെ വന്ന് ഈ പൈപ്പിലൂടെ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഈ ഫിൽറ്ററിൽ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫിൽറ്ററുകൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പൈപ്പിലെ വെള്ളം നല്ല സ്പീഡിൽ വരും. പലരും പറയുന്നൊരു കംപ്ലയിൻ്റാണ് പൈപ്പിൽ വെള്ളം സ്ലോവിലാണ് വരുന്നത്, ഒട്ടും ഫോഴ്സില്ല എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഫിൽറ്ററുകളിൽ കരടുകൾ അടിഞ്ഞ് അത് അടഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കും, അതിലെ ഹോളുകളൊക്കെ അടഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കും വെള്ളം സ്പീഡിൽ വരാത്തത്. അപ്പോൾ ഫിൽറ്ററുകൾ ഇടയ്ക്ക് ഇതുപോലെ ഊരി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വെള്ളത്തിന് ഫോഴ്സ് കുറയൊന്നുമില്ല, നല്ല സ്പീഡിൽ വെള്ളം വരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.